ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് കാൽവരി മലയിൽ ഉരുകിത്തീർന്ന സ്നേഹത്തിൻ്റെ മാറ്റൊലിയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ രണ്ടാമത്തെ വചനം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. കുറ്റവാളി എന്നും കവർച്ചക്കാരനെന്നും കള്ളനെന്നുമൊക്കെ അറിയപ്പെടുന്ന ഒരുവനോട് ദൈവം പറഞ്ഞ വാക്കുകളാണിവ. പീലാത്തോസ് ഈശോയെ വെറുതെ വിടാൻ ആഗ്രഹിച്ചവനാണ്. വേറോനിക്ക അവിടുത്തെ തിരുമുഖം തുടച്ചവളും ആശ്വസിപ്പിച്ചവളുമാണ്. ശിമിയോൻ കുരിശ് ചുമക്കാൻ സഹായിച്ചവനാണ്. അരുമ ശിഷ്യൻ യോഹന്നാൻ അവസാന നിമിഷം വരെ കൂടെ നിന്നവനാണ്. നൊന്തുപെറ്റ അമ്മയും കുരിശിന് താഴെ നിന്നിരുന്നു. അവരോട് ആരോടുമല്ല, മറിച്ച് ഒരു കവർച്ചക്കാരനോട് ഈശോ പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. അതെന്തുകൊണ്ടാവാം? യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ പറഞ്ഞപ്പോൾ ഒരു ലോട്ടറി അടിച്ച സന്തോഷത്തോടെ ഈശോ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്. കള്ളനും കവർച്ചക്കാരനുമായ ആ മനുഷ്യന് എങ്ങനെ അനുതാപമുണ്ടായി? അയാൾ ഈശോയെ നോക്കി. ഈശോ അയാളെയും നോക്കി. അയാളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. തൻ്റെ അരികിൽ തൂങ്ങിക്കിടക്കുന്നത് ദൈവമാണെന്നും താൻ പാപിയാണെന്നും അയാൾ തിരിച്ചറിഞ്ഞു. സങ്കീർത്തനം 34:5 പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അനുതാപത്തോടെയുള്ളൊരു പ്രാർത്ഥന, ഒരൊറ്റ പ്രാർത്ഥന നല്ല കള്ളനെ സ്വർഗത്തിലെത്തിച്ചു. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തെ കണ്ടെത്താനായാൽ, അവിടുത്തെ കണ്ണുകളിൽ ഒന്ന് നോക്കാനായാൽ, അത് മതി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറാൻ. ഈശോയുടെ മുഖം, അവിടുത്തെ കണ്ണുകൾ ദർപ്പണമാണ്. അവയിലേക്ക് നോക്കുന്നവർ തങ്ങളെ തന്നെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് അവനെ അനുതാപത്തിലേക്ക് നയിക്കുന്നു. തീയോടടുത്തിരിക്കുന്നതെല്ലാം തീയായി മാറുന്നതുപോലെ, കടലിൽ വീണ മഴത്തുള്ളി കടലിനോട് ഒന്നായി തീരുന്നതുപോലെ, കാന്തത്തോടടുക്കുന്ന ഇരുമ്പ് കാന്തത്തോട് ഒട്ടിച്ചേരുന്നതുപോലെ, ദൈവത്തെ നോക്കുന്നവർ, അവിടുത്തോടടുക്കുന്നവർ അനുതാപത്താൽ നിറയുന്നു. എളിമയുടെ ആഴത്തിലേക്ക് അവൻ ഇറങ്ങുകയും ദൈവം അവനെ ഉയർത്തുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒഴുക്കിനൊത്തൊഴുകുന്നവരാകാതെ, കൂട്ടത്തിൽ പാടുന്നവരാകാതെ നമുക്ക് ഒന്ന് നിൽക്കാം. ക്രൂശിതൻ്റെ കണ്ണുകളിലേക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി ഒന്ന് നോക്കാം. അനുതാപത്തോടെ നമുക്കും പറയാം, കർത്താവേ, എന്നെയും കൂടി ഓർക്കണമേ എന്ന്. നല്ല ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.